Hi friends, hope you all are having a good time. Don't you want to know what happened to our old man who had enormous wings about whom we discussed the other day? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ പ്രായം ചെയ്യുന്ന വലിയ ചിറകുകളോട് കൂടിയ ആൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ താല്പര്യമില്ലേ? അല്ലെങ്കിൽ പിന്നീട് അയാൾക്ക് എന്താണ് സംഭവിക്കുന്നത്, എന്തെല്ലാമാണ് മാറ്റങ്ങൾ വരുന്നത് നമുക്കൊന്ന് അറിയണ്ടേ? ഹി വാസ് സീൻ ബിഹൈൻഡ് പെലയോസ് ഹൗസ്. അദ്ദേഹത്തെ എവിടെയാണ് കാണുന്നത് ആദ്യമായിട്ട്? പെലയോടെ വീടിന്റെ പിൻവശത്തായിട്ടാണ്. പെലയോ എന്ന് പറഞ്ഞ ഒരാളുടെ വീടിന്റെ പിൻവശത്തായിട്ടാണ് കാണുന്നത് അല്ലേ? ഹി വാസ് സോ വീക്ക് ആൻഡ് ടയേർഡ്. അദ്ദേഹം ആ സമയത്ത് വളരെ ക്ഷീണിതനും അവശനുമായിരുന്നു അല്ലേ? ഹി കുഡിൻറ്റ് ഈവൻ ഗെറ്റ് അപ്പ്. അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലാണ് ആദ്യം പെലയോ കാണുന്നത് അല്ലേ? ദിസ് ഓൾഡ് മാൻ ബിക്കെയിം ദ ടോക്ക് ഓഫ് ദ ടൗൺ. ഈ പ്രായം ചെന്ന മനുഷ്യൻ എന്തായി മാറി? ആ പ്രദേശവാസികളുടെ ഇടയിൽ ഒരു സംസാര വിഷയമായിട്ട് മാറി. അപ്പൊ ഇദ്ദേഹം ഒരു ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറി എന്ന് കണ്ടപ്പോൾ എന്താ സംഭവിച്ചത്? ഹി വാസ് ഹെൽഡ് ക്യാപ്റ്റീവ് അറ്റ് പെലയോസ് ഹൗസ്. അദ്ദേഹത്തിനെ പെലയോടെ വീട്ടിൽ പെലയോ എന്താക്കി? ബന്ധനസ്ഥനാക്കുക എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിനെ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ പറ്റിയിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, പെലയോ വിചാരിച്ചു ഇങ്ങനെ ഒരാൾ നമ്മളെ വീട്ടിലുണ്ടായിരിക്കും, നന്നായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്തു? അദ്ദേഹം വീട്ടിൽ ബന്ധനസ്ഥനാക്കി. ഹി ലോക്ക്ഡ് ഹിം അപ്പ് ഇൻ ഹിസ് ചിക്കൻ കൂപ്പ്. അപ്പൊ എന്താണ്, അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്ന കോഴികളെയൊക്കെ വളർത്തുന്ന ഒരു കൂട്ടിൻ്റെ അകത്ത് ഇദ്ദേഹത്തിനെ എന്ത് ചെയ്തു? ലോക്ക് ചെയ്ത് വെച്ചു. അപ്പൊ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹം അല്ലെങ്കിൽ അവശനായിട്ടിരിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഈ ഒരു കോഴിയുടെ ചിക്കൻ കൂപ്പിൽ എന്ത് ചെയ്തു? ക്യാപ്റ്റീവ് ആക്കിയിട്ട് വെച്ചു. ഡോണ്ട് യു റിമെമ്പർ എലിസെൻഡ ടേക്കിംഗ് കെയർ ഓഫ് ദെയർ സിക്ക് ചൈൽഡ്? കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞിരുന്നു, അവർക്കൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് സുഖമില്ലാതിരിക്കുന്ന സമയത്ത് എലിസെൻഡ ആ കുട്ടിയെ ശുശ്രൂഷിക്കുന്നതായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ദെയർ ചൈൽഡ് വാസ് റിക്കവേർഡ് ഫ്രം സിക്നെസ്. അവരുടെ ആ കുട്ടിക്ക് ആ അസുഖം മാറി. അതും ഒറ്റ ദിവസം കൊണ്ട്. പിറ്റേ ദിവസം ആ കുട്ടി എന്തായി? ആരോഗ്യവാനായിട്ട് കാണപ്പെട്ടു. ദിസ് വാസ് എ മിറാക്കിൾ ഫോർ ദം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതെന്തായിരുന്നു? ഒരു അത്ഭുതമായിരുന്നു. കാരണം ഒറ്റ ദിവസം കൊണ്ടൊക്കെ നന്നായിട്ട് പനിച്ചു കിടന്നിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് റിക്കവറായി എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു, കഴിഞ്ഞ ദിവസം നെയ്ബർ പറയുകയും ചെയ്തല്ലോ ഇദ്ദേഹം ഒരു ഏഞ്ചലാണ് എന്നൊക്കെ. അപ്പൊ അവർക്കും ഇതൊരു അത്ഭുതമായിട്ട് തോന്നി. ബൈ മോർണിംഗ് ദ എൻറ്റയർ വില്ലേജ് ഹാഡ് ഗാദേർഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദെയർ ഹൗസ് ടു സീ ദ ഏഞ്ചൽ. പിറ്റേ ദിവസം എന്താണ്, ഈ അവരുടെ വീടിന് മുന്നിൽ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏഞ്ചൽ എന്ന് പറയപ്പെടുന്ന ഈ വലിയ ചിറകുകളോട് കൂടിയിട്ടുള്ള ഈ വയസ്സായ ആളെ കാണാൻ വേണ്ടിയിട്ട്. പീപ്പിൾ poked at him and threw food at his feet, expecting him to perform some kind of miracle. അപ്പൊ ആളുകൾ ഇദ്ദേഹത്തെ കുത്തി നോവിക്കുകയും, പോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിനെ കുത്തി നോക്കുക, അത് മനുഷ്യനാണോ, അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിൽ അദ്ദേഹത്തിനോട് പെരുമാറാൻ തുടങ്ങി. ഇത് ആളുകൾ ഒരു കൗതുകത്തിന്റെ പുറത്ത് ചെയ്തതാണെങ്കിലും ആ കൊള്ളുന്ന ആളുടെ കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അദ്ദേഹം എത്രത്തോളം വേദന സഹിച്ചു കാണും. എന്തായാലും ഒരാളെ കുത്തുമ്പോൾ ഉണ്ടാവുന്ന വേദന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ ഈ കാണാൻ വരുന്ന ആളുകളൊക്കെ ഒരു രീതി പറഞ്ഞാൽ ഇദ്ദേഹത്തിനോട് വളരെ ക്രൂരമായിട്ട് തന്നെയാണ് പെരുമാറുന്നത്. ഇദ്ദേഹം എന്തെങ്കിലും ഒരു ഒരു അത്ഭുത സിദ്ധി കാണിക്കും, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ എന്തെങ്കിലും നമ്മൾ ഈ ഷോക്ക് വെച്ച എന്തോ ഒരു കാര്യത്തിൽ ഇതിന് വന്ന് കണ്ട് അത് അവർ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് അവരുടെ എല്ലാവിധ പെരുമാറ്റങ്ങളും. ഹി ഡിഡ്ന്റ് റിയാക്ട് ബട്ട് ലുക്ക്ഡ് അറ്റ് ദം വിത്ത് ഹിസ് ടയേർഡ് ഐസ്. ഇതിനൊന്നും അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, യാതൊരു റെസ്പോൺസും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒന്നും ഒരു അങ്ങോട്ടേക്ക് ഒരു റെസ്പോൺസും കൊടുക്കുന്നില്ല. കാരണം അദ്ദേഹം അത്രയ്ക്ക് അവശനായിരുന്നു. അദ്ദേഹത്തിനൊന്ന് എഴുന്നേൽക്കാനോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത്രയും അവശനായിട്ടാണല്ലോ അദ്ദേഹം അവിടെ വന്ന് വീഴുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിനൊന്നും
തിരിച്ച് ഒരു റിയാക്ഷനും കൊടുക്കുന്നില്ല. പക്ഷെ അത് മാക്സിമം മുതലെടുത്തുകൊണ്ട് വീണ്ടും അദ്ദേഹത്തിനെ മാക്സിമം ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഹി ഏറ്റ് നത്തിങ് ബട്ട് എഗ് പ്ലാൻ മഷ്. അതായത് വഴുതനങ്ങ, എഗ് പ്ലാന്റ് എന്ന് പറയുന്നത് വഴുതനങ്ങയാണ്. അപ്പൊ വഴുതനങ്ങയെ കൊണ്ടുണ്ടാക്കിയ ഒരു പ്രത്യേക തരം ഡിഷാണ് ഇദ്ദേഹത്തിന് ഭക്ഷണം ആയിട്ട് കൊടുത്തിരുന്നത്. അദ്ദേഹം അത് മാത്രമേ കഴിക്കുള്ളായിരുന്നു. Pelayo and Elisenda realized that this was an opportunity to make money. അപ്പോൾ പെലയോയും എലിസണ്ടയ്ക്കും ഒരു ബുദ്ധി തോന്നി. കാരണം എല്ലാവരും ഇവരെ കാണാൻ വരികയാണ്, ഇദ്ദേഹത്തെ കാണാൻ വരികയാണ്, ഇദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുക, അങ്ങനത്തെ ഇദ്ദേഹത്തിനെ ശല്യപ്പെടുത്തിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം ആ ഗ്രാമത്തിന്റെ ഒരു ശ്രദ്ധാകേന്ദ്രമായി കഴിഞ്ഞു. ആളുകൾ ദൂരെ നിന്ന് പോലും ഇദ്ദേഹത്തിനെ കാണാനായിട്ട് വന്നു തുടങ്ങി. അപ്പോൾ ഒരു ഐഡിയ അവർക്ക് തോന്നി, ആർക്കായാലും തോന്നുമല്ലോ, കുറച്ച് പൈസ ഇയാളെ വെച്ചിട്ട് ഉണ്ടാക്കാം. അങ്ങനെ അവർ എന്ത് ചെയ്തു? ദേ ഡിസൈഡഡ് ടു ഫെൻസ് ഇൻ ദ യാർഡ് ആൻഡ് ചാർജ് 5 cents ഫോർ അഡ്മിഷൻ ടു സീ ദ ഏഞ്ചൽ. അപ്പോൾ ഈ ഒരു മാലാഖയെ കാണാൻ വേണ്ടി ആളുകൾ എടുത്തുനിന്ന് പൈസ ഈടാക്കാൻ തീരുമാനിച്ചു. ആര്? പെലയും എലിസണ്ടും. ആൻഡ് വിതിൻ എ വീക്ക് ദേ ഹാഡ് ഫിൽഡ് ദെയർ ഹൗസ് വിത്ത് ലോട്ട് ഓഫ് മണി. ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആ ഒരു വീട് നിറയെ പൈസയായി. കാരണം അത്രയും പൈസ അവർ ഇയാളെ വെച്ച് ഉണ്ടാക്കി. എന്തായാലും എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ പോവേ വേറൊരു കാര്യം സംഭവിച്ചു. പീപ്പിൾ ലോസ്റ്റ് ഇൻട്രസ്റ്റ് ഇൻ ദിസ് ഓൾഡ് മാൻ വെൻ എ സ്പൈഡർ വുമൺ അറൈവ്ഡ് ഇൻ ദ വില്ലേജ്. ഈ ഒരു ആളെടുത്തുനിന്ന് പതിയെ ആളുകൾക്ക് താല്പര്യം നഷ്ടപ്പെടാൻ തുടങ്ങി. ഒരു വേറൊരു സ്ത്രീ, ഒരു സ്പൈഡർ വുമൺ എന്ന് പറയുന്ന മാജിക് ഒക്കെ കാണിക്കുന്ന ഒരു സ്ത്രീ ആ വില്ലേജിലേക്ക് വന്നപ്പോൾ, ആ ഒരു ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ ഈ ഒരു ആളോടുള്ള കമ്പം അല്ലെങ്കിൽ താല്പര്യം ആളുകൾക്ക് കുറഞ്ഞു. കാരണം എല്ലാതും ഒരു ട്രെൻഡായി നിൽക്കുന്ന സമയവും ഉണ്ടാവും, ആ ട്രെൻഡ് പോകുന്ന ഒരു സമയം ഉണ്ടാവും. അതേപോലെ തന്നെ ഇവരെ വന്ന് കാണുക, ഇവരുടെ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാന്നൊക്കെയുള്ളത് ഒരു ട്രെൻഡായിട്ട് നിൽക്കുന്ന സമയം ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരാൾ വന്നപ്പോൾ അത് പതിയെ എന്താണ് അയാൾക്ക് അത് വഴിമാറി. She told the villagers an interesting story of how she was turned into a giant spider for disobeying her parents. അപ്പം എന്താണ് ഈ ഒരു ആളുകൾ ഗ്രാമീണരോടൊക്കെ ഈ വന്ന ലേഡി എന്താണ് എങ്ങനെ ഒരു ചിലന്തിയുടെ രൂപത്തിലേക്ക് മാറി, അവരുടെ പാരൻസിനെ ധിക്കരിച്ചപ്പോഴാണ് ഇങ്ങനൊരു ചിലന്തിയുടെ രൂപത്തിലേക്ക് മാറിയത് എന്നൊക്കെയുള്ള ഒരു കഥ അവരുടെ ഇടയിൽ പ്രചരിപ്പിച്ചു. The villagers found her tale more interesting than the silent and mysterious old man. ഈ ഒന്നും സംസാരിക്കാത്ത ഈ പ്രായം ചെന്ന ആളെക്കാളും ആളുകൾക്ക് എന്തുകൊണ്ടും കൗതുകം കൂടുതൽ തോന്നി ഈ ഒരു പുറത്തുനിന്ന്, അതായത് ഈ ഒരു ലേഡി സ്വന്തം കഥയൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുന്ന ഈ ഒരു ഓൾഡ് മാനേക്കാളും ആളുകൾക്ക് ഇതിനോടായി താല്പര്യം കൂടുതൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിച്ചു? ഓൾഡ് മാനെ കാണാൻ ആരും വരാതെയായി. ആഫ്റ്റർ മെനി ഇയേഴ്സ് ദ ഓൾഡ് മാൻ സ്ലോലി റിക്കവേർഡ്. കുറേ വർഷം കഴിഞ്ഞപ്പോൾ ഈ വയസ്സായ മനുഷ്യൻ പതുക്കെ എന്താണ് ആരോഗ്യം വീണ്ടെടുത്തു. വൺ ഡേ ഹി ഫ്ലൂ എവേ ലിവിങ് ബിഹൈൻഡ് ദ പീപ്പിൾ ഹു ക്യാപ്ചേർഡ് ഹിം. അങ്ങനെ ഒരു ദിവസം എന്തായി? ഇദ്ദേഹം അവിടെ നിന്ന് പറന്നുപോയി. അതായത് ആരും ഒന്നും പറയാണ്ട് തന്നെ ഇദ്ദേഹം എന്തായി തനിയെ ആരും ഒന്നും ചെയ്യാതെ തന്നെ പറന്ന് ആകാശത്തിലേക്ക് ഉയർന്നു പോയി. അപ്പം ഇതാണ് ഈ ഒരു കഥയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. A very old man with enormous wings is a thought-provoking story that shows how people treat unknown. നമുക്ക് മനസ്സിലാവാത്ത അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത കാര്യങ്ങളെ ആളുകൾ പൊതുവെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു കഥയിൽ കൂടി പറയുന്ന കാര്യം എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിനെ പറ്റി ആർക്കും ഒന്നും അറിയില്ല. അദ്ദേഹം ആണെങ്കിൽ ഒന്നും സംസാരിക്കുന്നുമില്ല. അപ്പം ഈ ഒരു തീരെ മനസ്സിലാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു അറിയാത്തൊരു കാര്യം എങ്ങനെയാണ് ആളുകൾ ഡീൽ ചെയ്യുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിനും എന്തുണ്ടായിരിക്കാം, വികാരങ്ങളും ഇതൊക്കെ ഉണ്ടായിരിക്കാം.
അപ്പം നമുക്ക് അങ്ങനെ ചിന്തിച്ചുകൂടെ? ഒരു വശത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാത്ത ഒരാളാണ് അല്ലെങ്കിൽ നമുക്ക് തീരെ പരിചയമില്ലാത്ത ഒരാളാണ് എന്നിരിക്കെ നമ്മൾ അയാളെ പറ്റിയിട്ട് കൂടുതലൊന്നും അയാൾ ഇങ്ങനെയുള്ള ആളായിരിക്കും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. പക്ഷെ അതൊരു മാസ് സൈക്കോളജി എന്ന് പറയുന്ന പോലെ പൊതുജനങ്ങളുടെ ഇടയിൽ അങ്ങനെയുള്ളൊരു ആൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ആളുകൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നും കൂടി കാണിക്കുന്ന ഒരു കഥയാണ് ഇത്. ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് സിമ്പിൾ യെറ്റ് പവർഫുൾ സ്റ്റോറി ടെല്ലിംഗ് leaves the question whether the old man was really an angel unanswered. ഇവിടെ നമുക്ക് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്, ശരിക്കും ഇയാൾ ആരാണ്? ഈ ഒരു ഓൾഡ് മാൻ ഈ ഒരു കഥയിൽ പറയുന്നത് ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടിയും ആ ഒരു എഴുത്തുകാരൻ തരുന്നില്ല. ഹി ലീവ്സ് ദിസ് ടു ദ റീഡേഴ്സ്. എന്താണ് ഈ ഒരു കാര്യം അദ്ദേഹം ഇത് വായനക്കാർക്ക് വിട്ടുകൊടുക്കുന്ന ഒരു ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം അവർക്ക് വേണമെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ഇൻ്റർപ്രറ്റ് ചെയ്യാം. അങ്ങനെയാണല്ലോ സാഹിത്യകാരന്മാരെല്ലാവരും, അങ്ങനെയാണല്ലോ. വായിക്കുന്ന ആളുകൾക്കും ഒരു സ്പേസ് കൊടുത്തുകൊണ്ടാണ് ഈ കഥ നിർത്തുന്നത്. അപ്പോൾ നമുക്ക് ഈ കഥയിലെ എല്ലാ പോയിന്റ്സും കാര്യങ്ങളും ഒക്കെ ഇപ്പം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇത് വെച്ചിട്ട് നമുക്കൊരു ചോദ്യമായാലോ? അപ്പോൾ ചോദ്യം ഇതാണ്: പ്രിപ്പയർ എ റൈറ്റ് അപ്പ് ബേസ്ഡ് ഓൺ ദ സ്റ്റോറി എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. ഈ ഒരു സ്റ്റോറീനെ ബേസ് ചെയ്തിട്ട് നിങ്ങളൊരു കുറിപ്പ് തയ്യാറാക്കാൻ, അതായത് നമ്മൾ ഒരു 7 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇത്രയും പറഞ്ഞ പോയിന്റ്സ് നമ്മൾ ഒന്നിച്ച് എഴുതി കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഒരു ഉത്തരം കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ചോദ്യം പഠിച്ചു പോയതുകൊണ്ട് ഒരുപാട് മെച്ചങ്ങളുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്ന് നോക്കാം അല്ലേ? അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ ആൾ തന്നെ മറ്റ് ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും കൂടി ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്നും കൂടി ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് ആ ഉത്തരത്തിലേക്ക് പോവാം അല്ലേ? അപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു റൈറ്റപ്പ് ഈ കഥയിൽ നിന്ന് ചോദിച്ചാൽ എഴുതാൻ പറ്റുക അല്ലെങ്കിൽ ഈ കഥേനെ ബേസ് ചെയ്തിട്ട് ഒരു റൈറ്റപ്പ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ആദ്യം റൈറ്റപ്പിന് നമ്മളൊരു ഹെഡിങ് കൊടുക്കണം. അത് നമുക്ക് കഥയുടെ പേര് തന്നെ കൊടുക്കാം, എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഓർക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കുമല്ലോ അല്ലേ? എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് ബൈ ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് ഈസ് എ ഷോർട്ട് സ്റ്റോറി that blends reality and fantasy. ഈ ഒരു ചെറുകഥ എന്ന് പറയുന്നത് റിയാലിറ്റി, യാഥാർത്ഥ്യം, കുറച്ച് യഥാർത്ഥമായിട്ടുള്ള കാര്യം, പിന്നെ ഫാൻറ്റസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇമാജിനേഷനിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി എഴുതുന്നതിനെയാണ് ഫാൻറ്റസി എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെയുള്ള കാര്യങ്ങളും ഇതിനകത്ത് രണ്ടും ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ചെറുകളോട് കൂടിയ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ഫാൻറ്റസി പോലെയാണ്. കാരണം നമ്മളുടെ ഇടയിൽ അങ്ങനെ ഇല്ലല്ലോ. അതും പിന്നെന്താണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും രണ്ടും ഇതിനകത്ത് പറയുന്നുണ്ട്. അതേസമയം ഈ കഥ നടക്കുന്നത് ഒരു സാധാരണ ഗ്രാമത്തിലാണ്. അതൊരു വളരെ റിയലിസ്റ്റിക് ആയിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. അടുത്ത സെൻറ്റൻസ്, ദിസ് സ്റ്റോറി ഈസ് എൻ എക്സാമ്പിൾ ഓഫ് മാജിക്കൽ റിയലിസം. ഈ ഒരു കഥ എന്ന് പറയുന്നത് എന്തിന് ഉദാഹരണമാണ്? മാജിക്കൽ റിയലിസം എന്ന ശൈലി. അത് നമ്മൾ രണ്ടാമത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംതിങ് മാജിക്കൽ ഒക്കേഴ്സ് ഇൻ എൻ ഓർഡിനറി സെറ്റിംഗ്. വളരെ സാധാരണമായിട്ടുള്ള ഒരു സെറ്റിംഗ്, അതായത് ബാക്ക്ഗ്രൗണ്ട് വളരെ സാധാരണമായിട്ടുള്ളതാണ്, പക്ഷെ അവിടെ ഒരു മാജിക്കൽ ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടാവുന്നുണ്ട്. അതായത് കുറച്ചൊരു ഈ ഓൾഡ് മാനിന് ചിറകുകളോട് കൂടിയിട്ടുള്ള ഓൾഡ് മാനിനെയൊക്കെ പറ്റി പറയുന്ന സമയത്ത് അവിടെ ഒരു മാജിക്കൽ എലമെൻ്റ് ഉണ്ട്. അതും കടൽ തീരത്തുള്ള ഒരു സാധാരണ ഗ്രാമത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ടും കൂടി ഒത്തിണക്കിയിട്ടുള്ള ഒരു കഥയാണ് ഈ ഒരു
എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്നുള്ളത്. നെക്സ്റ്റ് അത് ഇത് ഫസ്റ്റ് പാരഗ്രാഫ് എഴുതിയതിന് ശേഷം അടുത്ത പാരഗ്രാഫായിട്ട് നമുക്ക് വൺ ഈവനിങ് പെലയോ വാസ് കമ്മിങ് ബാക്ക് ടു ഹിസ് ഹൗസ്. Full stop. He noticed something moving in the mud. A man was lying face down in the mud. He couldn't get up by the weight of his wings. Peleo was frightened. He called his wife Elisenda. She was taking care of their sick child. The old man was dressed like a rat picker. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള അതേ പോയിന്റ്സ് തന്നെയാണ്. അത് അതേപോലെ തന്നെ നമ്മൾ എഴുതി വെച്ചാൽ മതി. There were only a few hairs on his bald head. He had very few teeth. His large wings were dirty and half-plucked. He didn't react to the curiosity of the villagers. He was silent. When Peleo and Elisenda spoke to him, he responded in an incomprehensible language. They thought that he was a lonely castaway from a foreign ship. However, a neighbor woman told them that he was an angel. അപ്പോൾ ഇതിൽ അതായത് വൺ ഈവനിങ് പെലയോ എന്ന് നമ്മൾ സെക്കൻഡ് പാരഗ്രാഫ് വൺ ഈവനിങ് പെലയോ വാസ് കമ്മിങ് ബാക്ക് ടു ഹിസ് ഹൗസ് തൊട്ട് ലീവിങ് ബിഹൈൻഡ് ദ പീപ്പിൾ ഹു ക്യാപ്ചേർഡ് ഹിം, അതായത് വൺ ഡേ ഹീ ഫ്ലൂ എവേ ലീവിങ് ബിഹൈൻഡ് ദ പീപ്പിൾ ഹു ക്യാപ്ചേർഡ് ഹിം എന്ന് പറയുന്നത് ഈ കഥയുടെ ഒരു സമ്മറി കൂടിയാണ്. ഇത് നമുക്ക് വേറൊരു ചോദ്യത്തിനും കൂടി ഉത്തരമായിട്ട് എഴുതാം. അതായത് നമ്മൾ അഥവാ യു ആർ നറേറ്റിംഗ് ദ സ്റ്റോറി ഓഫ് ദ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് ടു യുവർ ഫ്രണ്ട്. പ്രിപ്പയർ ദ ലൈക്ലി നറേഷൻ. ഫ്രണ്ടിന് പകരം ആര് വേണമെങ്കിൽ ആവട്ടോ, ഗ്രാൻഡ് മദറോ അല്ലെങ്കിൽ ഫാമിലി മെമ്പറോ അങ്ങനെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇതേപോലെ തന്നെ എഴുതി വയ്ക്കാം. നേരെ മറിച്ച് നമ്മൾ പെലയോ നറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓൾഡ് മാൻ തന്നെ നറേറ്റ് ചെയ്യുകയൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ചെറിയ മാറ്റങ്ങൾ, അതായത് നമുക്ക് ഓൾഡ് മാൻ എന്നുള്ള സ്ഥലത്തൊക്കെ ചിലപ്പോൾ ഐ ഒക്കെ ആക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ കൊടുക്കേണ്ടി വരും. സെക്കൻഡ് പാരഗ്രാഫിൽ, അതായത് വൺ ഈവനിങ് പെലയോ വാസ് കമ്മിങ് ബാക്ക് ടു ഹിസ് ഹൗസ് തൊട്ട് വൺ ഡേ ഹീ ഫ്ലൂ എവേ ലീവിങ് ബിഹൈൻഡ് ദ പീപ്പിൾ ഹു ക്യാപ്ചേർഡ് ഹിം വരെയുള്ള ഭാഗമാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ നമുക്ക് ആ ചുവപ്പ് കളറിൽ അല്ലെങ്കിൽ റെഡിഷായിട്ട് കൊടുത്തിട്ടുള്ള എല്ലാ സെൻറ്റൻസസും നമ്മൾക്ക് ഓൾഡ് മാൻ്റെ ക്യാരക്ടർ സ്കെച്ചിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് പഠിക്കുമ്പോൾ നമ്മൾ ഓൾഡ് മാൻ്റെ ക്യാരക്ടർ സ്കെച്ചിലേക്ക് വേണ്ടുന്ന പോയിൻറ്സും കൂടി നമ്മൾ പഠിച്ചു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പല ക്വസ്റ്റ്യൻസിനും ഉള്ള ഒരു ആൻസറാണ് നമ്മളിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്നതിലൂടെ പഠിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നറേഷൻ ചോദിച്ചാൽ എഴുതാൻ പറ്റും. ഇനി വേണമെങ്കിൽ ലെറ്ററോ അല്ലെങ്കിൽ ഡയറിക്കോ വേണ്ടുന്ന പോയിൻസും നമുക്ക് ഇതിനകത്തുനിന്ന് എടുക്കാൻ പറ്റും. പക്ഷേ ലെറ്ററും ഡയറിയൊക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾ പ്രൊനൗൺസ് യൂസ് ചെയ്യേണ്ടി വരും. കാരണം ഓൾഡ് മാൻ ആണ് എഴുതുന്നതെങ്കിൽ അവർ ഐ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതേണ്ടി വരും. എന്നാലും ഈ പോയിൻസൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റിയാൽ വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും. ആൻഡ് charge 5 cents for admission to see the angel. In less than a week, they had filled their house with money. Over time, people lost interest in the old man when a spider woman arrived in the village. She told an interesting story of how she was turned into a giant spider for disobeying her parents. The villagers found her tale more exciting than the silent and mysterious old man.
After many years, the old man slowly recovered. One day, he flew away, leaving behind the people who captured him. ഇവിടെ വരെ എഴുതിയതിന് ശേഷം നമ്മൾ അവസാനത്തെ പാരഗ്രാഫാണ് എഴുതുന്നത്. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് ഇസ് എ തോട്ട് പ്രൊവോക്കിംഗ് സ്റ്റോറി ദാറ്റ് ഷോസ് ഹൗ പീപ്പിൾ ട്രീറ്റ് അൺനോൺ. തോട്ട് പ്രൊവോക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തയെ ഉണർത്തുന്നത്. Simple yet powerful storytelling leaves the question whether the old man was really an angel. Marcus' simple yet powerful storytelling leaves the question whether the old man was really an angel unanswered. He lets readers think for themselves. അപ്പോൾ ഇതാണ് നമ്മുടെ റൈറ്റപ്പ് ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു റൈറ്റപ്പ് എഴുതുന്ന സമയത്ത് ഏതാണ്ട് ഈ ഒരു റൈറ്റപ്പിൽ തന്നെ നമുക്ക് So children, hope you enjoyed today's class.